ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വായ്പ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികളെ കുറിച്ചാണ്. നിങ്ങൾ ഒരു സമ്പന്നനല്ലായിരിക്കാം, എന്നാൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം വരികയും പണം കടം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വായ്പ വാങ്ങുന്ന ആൾ ഏതുവിധ ഉപാധികൾക്കും തയ്യാറായിട്ടായിരിക്കും നിങ്ങളെ സമീപിക്കുക. അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വായ്പ വാങ്ങുന്ന ആളുമായി നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ വാങ്ങിയ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെന്റ്, ഒരു ടൈം ലിമിറ്റ് കാണിച്ച്, അതായത് ഇത്ര സമയത്തിനുള്ളിൽ വായ്പാ തുക തിരിച്ചു തരാം എന്ന് രേഖപ്പെടുത്തി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. മേപ്പടി എഗ്രിമെന്റിൽ വായ്പ വാങ്ങിയ ആളുടെ പേരുള്ള വസ്തുവകകളുടെ ഡീറ്റെയിൽസ് ഒരു പട്ടികയായി ചേർക്കുന്നത് നല്ലതായിരിക്കാം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് ഇദ്ദേഹം പണം നിങ്ങൾക്ക് തിരിച്ചു നൽകാതെ പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ പേരിൽ സിവിൽ കോടതിയിൽ ഒരു അന്യായം ബോധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ വസ്തുവകകളിന്മേൽ ഒരു അറ്റാച്ച്മെന്റ് കൽപ്പന സമ്പാദിക്കാനും കഴിയും. ഈ അറ്റാച്ച്മെന്റ് കൽപ്പന കൊണ്ട് കോടതി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വകകൾ പിന്നീട് ആർക്കും കൈമാറാനോ പണയപ്പെടുത്താനോ സാധിക്കില്ല എന്നതാണ്. ആയതിനാൽ തന്നെ പണം വായ്പ വാങ്ങിയ ആൾക്ക് പിന്നീട് ഈ ഭൂമി ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും കേസ് അവസാനിപ്പിച്ച് പണം നിങ്ങൾക്ക് തിരികെ തരാനുള്ള സന്നദ്ധത കാണിക്കും. ആയതിനാൽ തന്നെ പണം കടം കൊടുക്കുമ്പോൾ വായ്പ വാങ്ങുന്ന ആളുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഈ എഗ്രിമെന്റിൽ അദ്ദേഹത്തിന്റെ വസ്തുവകകളുടെ ഷെഡ്യൂൾ രേഖപ്പെടുത്തി വെക്കാൻ മറക്കരുത്. ഇപ്രകാരം വായ്പ വാങ്ങിയ ആളുടെ പേരിൽ യാതൊരുവിധ ഷെഡ്യൂളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ പ്രോപ്പർട്ടി യാതൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം അവരോട് പറയുക. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ പേരിലുള്ള വസ്തുവകകൾ ആയതിന്റെ ഷെഡ്യൂൾ ഇതിലേക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. അദ്ദേഹത്തിനെ ഈ എഗ്രിമെന്റിൽ ഒരു ജാമ്യക്കാരനായി കാണിക്കുക. എന്നാൽ ഈ വായ്പ വാങ്ങിയ ആൾ പണം തിരികെ തരാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ ഈ ജാമ്യക്കാരന്റെ പേരിലും നിങ്ങൾക്ക് കേസ് മൂവ് ചെയ്യുന്നതിന് കഴിയും. അദ്ദേഹത്തിന്റെ വസ്തുവകകൾ ഈ വായ്പാ തുകയ്ക്ക് ബാധ്യതയായി മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ മേപ്പടി വായ്പാ ബാധ്യതയിൽ ഇദ്ദേഹത്തിന്റെ വസ്തുവകകളിന്മേലും നിങ്ങൾക്ക് താൽക്കാലികമായി അറ്റാച്ച്മെന്റ് കൽപ്പന നേടിയെടുക്കുന്നതിന് കഴിയും. ആയതിനാൽ നിങ്ങൾ വായ്പ കൊടുക്കുന്ന അവസരത്തിൽ ഇപ്രകാരം ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കണം. താങ്ക് യു.